പൈത്തൺ സീരീസിൽ നമ്മൾ ലൂപ്പുകളെ പറ്റിയാണ് ഈ ഒരു സെക്ഷനകത്ത് പറയുന്നത്. അതിനകത്ത് ഈഫ് എൽസ് ലൂപ്പുകളെ പറ്റിയാണ് ഈ ഒരു സെക്ഷനകത്ത് പറഞ്ഞു പോകുന്നത്. ഈഫ് ലൂപ്പിൽ തന്നെ ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഉണ്ട്, അതുപോലെ തന്നെ നെസ്റ്റഡ് ഈഫ് ഉണ്ട്, അങ്ങനെ പല ലൂപ്പുകളുണ്ട്. സോ നമ്മളിവിടെ ഈഫ് ആൻഡ് ഈഫ് എൽസ് ലൂപ്പിനെ പറ്റിയാണ് ജസ്റ്റ് ബേസിക്കലി പറയുന്നത്. സോ നമ്മൾ ഈഫ് ലൂപ്പ് ആക്ച്വലി നമ്മൾ റിയൽ ലൈഫിലും യൂസ് ചെയ്യുന്നതാണ്. പ്രോഗ്രാമിൽ റിയൽ ടൈമിലൊക്കെ ആവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് മെത്തേഡാണ് ഈ പറഞ്ഞ ഈഫ് ലൂപ്പ്, അങ്ങനെയുള്ള ലൂപ്പുകൾ എന്ന് പറയുന്നത്. സോ ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് യെസ് ഓർ നോ ചോദിക്കുന്നു, ദെൻ യെസ് ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, നോ ആണെങ്കിൽ മറ്റൊരു കണ്ടീഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അത് ഡു ചെയ്യുന്നു. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ റിയൽ ലൈഫിൽ നോക്കുവാണെങ്കിൽ, ഒരു കോഫി ഷോപ്പിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ, ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ടീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ ചായകൾ, സ്പെഷ്യൽ കോഫി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളോട് ചോദിക്കും സ്പെഷ്യലായിട്ടുള്ള കോഫി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. സോ ആൾ യെസ് പറയുവാണെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവിടെ അത് ഓർഡർ ചെയ്യാൻ പ്ലേസ് ചെയ്യും. അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ട് ചെയ്യും. സോ അത് നമ്മൾ റിയൽ കണ്ടീഷനിൽ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റേജിൽ നമ്മളൊരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ലൂപ്പ് പ്രോബബ്ലി മിക്ക പ്രോഗ്രാമിലും മിക്ക സ്ക്രിപ്റ്റിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ലൂപ്പാണ് ഈ ലൂപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് 10th നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാനുണ്ടാവും. പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ സിയും C++ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ മേ ബി മനസ്സിലാവും. അതായത് ഈഫിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. സോ ഈ പൈത്തണിൻ്റെ കേസിനകത്ത് നമുക്കൊന്നെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ദെൻ അത് ഓക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഇത് ഡു ചെയ്യും. ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ എൽസ് ലൂപ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ ഡു ചെയ്യും. ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഇത് ഡു ചെയ്യും, ഇത് നോ ആണെങ്കിൽ ഇത് റൺ ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഈഫ് എൽസ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എൽസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൽസ് കൊടുത്തില്ലെങ്കിൽ ഈഫ് ലൂപ്പ് യെസ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, നോ ആണെങ്കിൽ ഒന്നും റിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് ഈഫിൻ്റെ എൽസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ എൽസ് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ദെൻ ഇവിടെയാണ് ഡു ചെയ്യുന്നത്. അപ്പോൾ ഈഫ് ലൂപ്പ് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന് നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഇതിട്ടിട്ടില്ല എങ്കിൽ ഒരു എറർ വരും, ഇൻ്റർനെക്ഷൻ എറർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എറർ വരും. സോ അത് നമുക്ക് മസ്റ്റാണ്. ആ ഒരു സ്പേസ് നമുക്ക് അവിടെ അലൗഡ് ചെയ്യണം. അതായത് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ അത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു അൽഗോരിതം നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ട് ഉണ്ട്, ദെൻ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടീഷൻ മേ ബി ഒരാളുടെ ഹൈറ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഓപ്പറേറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈസ്, ഇന്നോട്ട്, അങ്ങനെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈസ്, അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഒന്നെങ്കിൽ യെസ് ആണെങ്കിൽ അടുത്ത ഫംഗ്ഷൻ വർക്ക് ചെയ്യും, നോ ആണെങ്കിൽ വേറൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഈഫ് എൽസ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് പോയി നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ പൈത്തണിൻ്റെ ഒരു സ്ക്രിപ്റ്റിനെ എടുത്തു, ദെൻ യൂസറിനോട് ചോദിക്കുവാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഹൈറ്റ് എന്നൊരു വേരിയബിൾ കൊടുത്തു. ദെൻ ഇൻപുട്ട് ഫംഗ്ഷനിൽ നമുക്കൊന്നെങ്കിൽ അതിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസറിനോട് ചോദിക്കുവാണ്. ഹൈറ്റ് ഇൻ ഫീറ്റ്. സോ നമുക്കിത് ഈഫ് ലൂപ്പിൽ ചെക്ക് ചെയ്യാം. അതായത് ഈഫ് ലൂപ്പിൽ ചെക്ക് ചെയ്യുകയാണ് കണ്ടീഷൻ ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, അവിടെ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പ്രിന്റ് ഫംഗ്ഷനിൽ കൊടുക്കാം. നമ്മളിവിടെ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെമിക്കോളൻ ഇടണം. സെമിക്കോളൻ അല്ല, കോളൻ ഇടണം. സോ കോളൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ സെമിക്കോളൻ അല്ല, കോളൻ ഇട്ടിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോക്കൺ അലൗഡ് എന്ന് എഴുതി വെച്ചു. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഫീറ്റിൽ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാനിവിടെ 6 അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷൻ എഴുതി വരുന്നു, ടോക്കൺ അലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കൊന്നും കൂടി റൺ ചെയ്യാം. സോ ഞാൻ 5 താഴെ അടിച്ചിട്ടുണ്ടെങ്കിൽ, 4 അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എൽസ് ഇഫ് യൂസ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഈഫിന് നേരെ താഴെയായിട്ട് എൽസ് യൂസ് ചെയ്യുന്നു. ദെൻ അത് ഓക്കെ ആണെങ്കിൽ പ്രിന്റ് ചെയ്യുക. ടോക്കൺ നോട്ട് അലൗഡ് എന്ന് പ്രിന്റ് ചെയ്യുക. സോ നമുക്കിതൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 4 കൊടുത്തു. സോ ടോക്കൺ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് ഈഫിൻ്റെ എൽസും വർക്ക് ചെയ്യുന്നത്. സോ നമുക്കിവിടെ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ സ്പേസ് ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് പറ്റും? ഓൾറെഡി എററാണ്. നമുക്കിത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻഡക്ഷൻ എറർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വരും. സോ ഇൻറ്റൻഡക്ഷൻ എററാണ് അത് ഈഫ് ലൂപ്പിനകത്ത്. അപ്പോൾ ഇൻറ്റൻഡക്ഷൻ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്യുകയാണ്, ലൂപ്പിന് സ്പേസ് അലൗഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ സ്പേസ് കൊടുത്താലാണ് അത് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ലൂപ്പിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രിന്റ് ഫംഗ്ഷൻ പുറത്ത് കൊടുക്കണമെന്ന് ലൂപ്പിൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് കൊടുത്തിട്ട് ഇങ്ങനെ റൺ ചെയ്തിട്ടുണ്ടെങ്കിലും എറർ വരും. ഔട്ട് സൈഡിൽ ലൂപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും എറർ ആയിരിക്കും. പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഫിൻ്റെ ബാലൻസ് ആണ് എൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈഫിന് പുറത്ത് ഒരു ടെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടാണ് ഒരു എറർ വരുന്നത്. ഒന്നെങ്കിൽ എൽസ് നമ്മൾ ഡിസേബിൾ ചെയ്തിടുവാണെങ്കിൽ ആ ഒരു എറർ ഉണ്ടാവത്തില്ല, അത് വർക്ക് ചെയ്യും. അതായത് നമ്മൾ ഫീറ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ 6 അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ രണ്ടും പ്രിന്റ് ആയിട്ട് വരും. അത് ലൂപ്പിന് പുറത്താണ്. അപ്പോൾ ലൂപ്പ് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അതും കൂടി പ്രിന്റ് ആയിട്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ എൽസും കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിങ് കൊടുക്കാം, അതല്ലെങ്കിൽ എൽസ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വർക്കാവും. ഞാനിപ്പോൾ ഇവിടെ 6 കൊടുത്തു. അപ്പോൾ ഔട്ട് സൈഡ് ലൂപ്പും വർക്ക് ചെയ്തു. ടോക്കൺ അലൗഡ് എന്നുള്ളതും പ്രിന്റ് ആയിട്ട് വന്നു. ദെൻ വീണ്ടും നമ്മൾ റൺ ചെയ്തിട്ട് 5-നേക്കാളും താഴെ ഞാൻ 3 കൊടുത്തു. അന്നേരം ഇത് പ്രിന്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എത്ര തവണ റൺ കൊടുക്കുന്നോ അത്ര തവണ അത് പ്രിന്റ് ആയിട്ട് വരും. അതായത് ഇത് ലൂപ്പിന് പുറത്താണ്. അപ്പോൾ ഇത് റണ്ണിങ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രിന്റിങ് ആവും. അപ്പോൾ ഈ രീതിയിലാണ് എൽസും ഈഫും ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കൊരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ മേ ബി അതെന്താണെന്നുള്ള ചെക്ക് ചെയ്യത്തില്ല, വരത്തില്ല. ദെൻ ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കുക, ദെൻ കോളൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഈഫും എൽസും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. ബൈ ബൈ.